ക്ലാസ്സിനിടയ്ക്ക് എൻ്റെ ഒരു കുട്ടി പറഞ്ഞു, സാറേ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ബോർഡ് എക്സാം എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല സാറേ, എനിക്ക് പെട്ടെന്ന് ഫോൺ നോക്കാൻ തോന്നുന്നു, വേറെ കാര്യങ്ങൾക്ക് ഇടപെടാൻ തോന്നും, എനിക്ക് ശ്രദ്ധ കിട്ടില്ല, ഐ എം ബീങ് ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലേ? നമുക്ക് എന്തുകൊണ്ട് അതിലൊരു സ്ട്രാറ്റജിക്കലി നമുക്ക് എങ്ങനെ അത് ഇനിയൊരു 100 ദിവസമുള്ള ബോർഡ് എക്സാം സ്ട്രാറ്റജി നമുക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ആണ് മെയിൻലി ഒരു കുട്ടി ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ അവന് വരിക. ഡിസ്ട്രാക്ഷൻസ് ഇതാണ്. എല്ലാവർക്കും ഫോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ പല ഡിസ്ട്രാക്ഷൻസ് ആണ് ഏതൊരു കുട്ടിക്ക് നേരിടാൻ ഉള്ളത് ഈ ഒരു എക്സാം ടൈമിൽ. അപ്പോൾ നമ്മളൊരു പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഫോൺ നോക്കുന്നത് അത് ശരിക്കും ഒരു പ്രശ്നമാണ്. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഡീപ്പ് ഫോക്കസിൻ്റെ സമയത്ത് അത് നഷ്ടപ്പെടുകയാണ്, ഡിസ്ട്രാക്ഷൻ ആവുകയാണ് കുട്ടികൾക്ക്, അല്ലേ? അപ്പോൾ അത് നമുക്കൊരു എഫക്റ്റീവ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, എന്നിട്ട് ഒരു 20 മിനിറ്റ് പഠിച്ച് നോക്കൂ, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 3 സൈക്കിൾ, 20 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക്, 20 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക്, 20 മിനിറ്റ്സ് പഠിക്കുക, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. അങ്ങനെ ഒരു സൈക്കിളിൽ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുത്തോളും. ബേസിക്കലി അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ ചെറുതായി നമ്മുടെ മൈൻഡിനെ വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ടു ഫോക്കസ് ഇറ്റ്. ബിക്കോസ് നമുക്കൊരു 100 ദിവസം അല്ലെങ്കിൽ 150 ദിവസം നമുക്ക് ആ ഫോക്കസ് അത്യാവശ്യമാണ്, അല്ലേ? അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ്, കാരണം ഓരോ ചെറിയ ചേഞ്ചസ് വരുമ്പോഴാണ് ഒരു ബിഗർ ചേഞ്ചിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, സോ ബേസിക്കലി ഹൗ വെൽ യു ട്രെയിൻ യുവർ മൈൻഡ് ഡിപ്പെൻഡ്സ്, അതിന് ഡിപ്പെൻഡ് ആയിരിക്കും നിങ്ങളുടെ ഹൗ മച്ച് മാർക്സ് യു ക്യാൻ ഗെയിൻ. മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡീപ്പ് ഫോക്കസ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഒരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ പകുതി വെച്ച് നമ്മൾ ഫോക്കസ് നഷ്ടപ്പെടണം. ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റൻ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ആണ് ബേസിക്കലി നമ്മുടെ ക്ലാസ് നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി കാരണം നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ആർക്ക് പറ്റും? ഓക്കെ, സോ ഹൗ വെൽ യു ക്യാൻ ട്രെയിൻ യുവർ മൈൻഡ് ഈസ് ബേസിക്കലി പ്രപ്പോർഷൻ ടു ഹൗ വെൽ യു ക്യാൻ എക്സൽ ഇൻ യുവർ എക്സാം. അതൊരു ക്ലിയർ സ്റ്റഡി പ്ലാൻ ഉണ്ടാകത്തില്ല. കാരണം ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ ബുക്കിൽ എത്ര പഠിക്കാൻ നോക്കിയാലും യുവർ മൈൻഡ് ഗെറ്റ്സ് ഡിസ്ട്രാക്റ്റഡ്. മൈൻഡ് പറയും, നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ല. മൈൻഡ് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ്, വാണ്ടർ ചെയ്യും കൂടുതലും. ഓക്കെ, സോ ഓൾവേസ് ഇരിക്കുമ്പോൾ ഒരു ക്ലിയർ സ്റ്റഡി പ്ലാനായിട്ട് ഇരിക്കുക. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ആൻഡ് ഓൾവേസ് നിങ്ങൾ സ്റ്റഡി ടേബിൾ ഏതാണോ സ്റ്റഡി ടേബിളിൽ മുന്നിൽ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ആ ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യുക വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4, 1 മന്ത് പ്ലാൻ. ആ വീക്ക് 1 മാത്സിന് എത്ര പോർഷൻസ് നിങ്ങൾക്ക് തീർക്കണം, വീക്ക് 2 സയൻസിന് എത്ര പോർഷൻസ് തീർക്കണം, വീക്ക് 3 സോഷ്യൽ സ്റ്റഡീസിന് എത്ര പോർഷൻസ് തീർക്കണം. എന്നിട്ട് വീക്ക് 1 സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 7 ദിവസം മാർക്ക് ചെയ്യാം. എന്നിട്ട് സാറ്റർഡേ ഏത് പോർഷൻ നിങ്ങൾക്ക് തീർക്കണ്ടേ അതവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ട്രൈ ടു അച്ചീവ് ഇറ്റ്. അതൊരു ചെറിയൊരു ഗോളാവട്ടെ. കാരണം ചെറിയ ഗോളുകൾ അങ്ങനെ പ്രാക്ടീസ് മാത്രമേ നമുക്കൊരു വലിയൊരു ഗോളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 0.1 ചേഞ്ച് ഓൾവേസ് ബ്രിങ്സ് എ ഡിഫറൻസ്. 0.1 ചേഞ്ച് ഓൾവേസ് ബ്രിങ്സ് എ ഡിഫറൻസ് ഇൻ ദ ലോങ് റൺ. സോ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഹാവ് എ ക്ലിയർ സ്റ്റഡി പ്ലാൻ വൈഡ്. മൂന്നാമത്തെ റീസൺ, ഓൾവേസ് ഹാവ് എ ഫിക്സഡ് റൂം ഫോർ യുവർ സ്റ്റഡീസ്. എപ്പോഴും ഒരിക്കലും ബെഡിലിരുന്ന് പഠിക്കല്ലേ, ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ സ്ഥലത്ത് നിന്ന് പഠിക്കല്ലേ. ഓൾവേസ് ഒരു ടേബിളും ചെയറും ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കൂ. ഒരിക്കലും ബെഡിൽ നിന്ന് പഠിക്കരുത്, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം അതൊക്കെ ഡിസ്ട്രാക്ഷൻസിൻ്റെ മെയിൻ കാരണങ്ങളാണ് എപ്പോഴും. കാരണം ബെഡിലിരിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് പറയും ഉറക്കം തൂങ്ങാൻ തുടങ്ങും, കിച്ചണിലിരിക്കുമ്പോൾ വിശക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഹോളിലിരിക്കുമ്പോൾ അച്ഛനാണ് എന്താ അച്ഛൻ, അമ്മ എന്താ അച്ഛൻ, അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഓൾവേസ് ഒരു സ്റ്റഡി റൂം ക്ലോസ് ചെയ്തോളും പഠിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റഡി റൂമിൽ ഇരിക്കുക, ടേബിളും ചെയറും ഇരിക്കുക, ബുക്കുകൾ, കീപ് ദ പ്ലേസ് നീറ്റ്. കാരണം ആ എക്കോസിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കാനിരിക്കണം, വി ആർ ട്രൈങ് ടു ഗെയിൻ നോളജ്. അപ്പോൾ അതിനൊരു എക്കോസിസ്റ്റം ഈസ് ഓൾവേസ് എ മസ്റ്റ്. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് അറിയും മെൻ്റൽ പ്രിപ്പറേഷൻ. അതായത് ഉറക്കം തൂങ്ങുന്ന ഒരിക്കലും പഠിക്കാനിരിക്കല്ലേ. പിന്നെ അതേപോലെ നോട്ട്സ് എഴുതാൻ നോക്കുക പഠിക്കാനിരിക്കുമ്പോൾ. ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു അ ലോട്ട്. പിന്നെ അതേപോലെ മൈക്രോ ഗോൾസ്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസൊക്കെ എഴുതി വെക്കുക. പിന്നെ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അയ്യോ എക്സാമായി എനിക്ക് പേടിയാണ് അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പുട്ട് എഫേർട്ട് ആൻഡ് ബ്രിങ് ദ ചേഞ്ച്. അത് മാത്രമേ ആക്ച്വലി റിവാർഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ.